നല്ലൊരു ഗംഭീര ട്വിസ്റ്റ് വരാൻ പോവുകയാണ്. സാഗറിനെക്കാട്ടും വലിയ കോടീശ്വരനാവാൻ പോവുകയാണ് കൃഷ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഗോകുലിന്റെ ബർത്ത്ഡേ ദിവസം കൃഷ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടർന്ന് കൃഷ് ഗോകുലിന്റെ തലയിൽ തൊപ്പിയെല്ലാം വെച്ച് കൊടുക്കുകയാണ്. തുടർന്ന് കൺമണിയോട് കൃഷ് ഇനി ആരെയാണ് കാത്തു നിൽക്കുന്നത്, നമുക്ക് കേക്ക് മുറിച്ചാലോ. തുടർന്ന് ശ്രീനി അമ്മായിമാരെയും ധനലക്ഷ്മിയും വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി വരുന്നില്ല. ധനലക്ഷ്മി മേക്കപ്പിന് പോയിരിക്കുകയാണ്. ഇത് കണ്ട് അമ്മായിമാര് ധനലക്ഷ്മിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അത് ധനലക്ഷ്മിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഈ സമയത്ത് അമ്മായിമാര് വരിവരിയായിട്ട് ഗോകുലിന് അവരുടെ പ്രസന്റ് കൊടുക്കുകയാണ്. ആദ്യം കൊടുക്കുന്ന സുലോചനയാണ്. സുലോചന ഒരു ഗിഫ്റ്റ് ബോക്സ് ഗോകുലിന് കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട് ശാരദാമ്മയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെക്കാട്ടും നല്ല ഗിഫ്റ്റ് എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ തന്റെ കയ്യിലുള്ള ഗിഫ്റ്റ് ബോക്സ് ഗോകുലിന് കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷി പിന്നെ കൺമണിയോട് കൺമണി നോക്കിയ രണ്ടുപേര് തന്ന ഗിഫ്റ്റും ഏതാണ്ട് ഒരുപോലെയുണ്ടല്ലോ. എന്നാൽ അത് കേട്ട് അമ്മായിമാരും അത് ശ്രദ്ധിക്കുകയാണ്. അത് ശരിയാണല്ലോ. തുടർന്ന് കൺമണി പിന്നെ അമ്മായിമാരോട് അത് ശരി, നിങ്ങൾ പുറമേക്ക് രണ്ടുപേരും വഴക്കടിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണല്ലേ ഗോകുലിന് ഗിഫ്റ്റ് വാങ്ങിയത്. എന്നാൽ അത് കേട്ട് അമ്മായിമാരെ നിഷേധിക്കുകയാണ്. ഇത് നോക്കണ്ട കൺമണി, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗിഫ്റ്റ് രണ്ടും രണ്ടാണെന്ന് പറയുകയാണ്. എന്റെ ഗിഫ്റ്റ് ആണ് അടിപൊളിയെന്ന് രണ്ടുപേരും വാദിച്ച് നിൽക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ച് തുറന്നു നോക്കാം, ആര് വാങ്ങി തന്ന ഗിഫ്റ്റ് ആണ് നല്ലതെന്ന് നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുകയാണ്. ഇത് കൺമണി പൊട്ടിച്ചോ, ഇത് ഞാൻ പൊട്ടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അത് വാങ്ങി പൊട്ടിക്കുകയാണ്. എന്നാൽ അത് വാങ്ങി പൊട്ടിച്ച ശേഷം രണ്ടുപേരും അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. രണ്ട് ബോക്സിനകത്തും ഉള്ളത് ഒരേ സാധനം തന്നെയാണ്. ചോക്ലേറ്റിന്റെ ബോക്സ് ആണ് രണ്ടുപേരും കൊടുത്തത്. എന്നാൽ അത് കണ്ട് രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്, വിശ്വസിക്കാനാകാതെ. തുടർന്ന് രണ്ടുപേരും പിന്നെ ധനലക്ഷ്മിയെ വിളിക്കുകയാണ്. ധനലക്ഷ്മിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ധനലക്ഷ്മിയെ ധനലക്ഷ്മിയുടെ അച്ഛനെയും എല്ലാം കളിയാക്കിക്കൊണ്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. എന്നാൽ അത് ധനലക്ഷ്മിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ധനലക്ഷ്മി ഇന്നലെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഇവരോട് പറയുകയാണ്. ഞാൻ ഇന്നലെ ഗോകുലിനെ ഒരുപാട് ഗിഫ്റ്റ് വാങ്ങി വന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. കൃഷി വാങ്ങി തന്ന ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഇതും പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി പിന്നെ അച്ഛന്റെ കാര്യമൊക്കെ പറയുകയാണ്. എൻ്റെ അച്ഛൻ ഇന്ന ആളാണ്, എനിക്ക് ഇത്ര ചെറിയ ഗിഫ്റ്റ് വാങ്ങാനുള്ള സൗകര്യമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. കൃഷ്ണന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനും വലിയ ഗിഫ്റ്റ് ഞാൻ വാങ്ങിയേനെ എന്ന് പറയുകയാണ്. കൃഷ്ണന് കിട്ടിയ സൗഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനും കൃഷ്ണനെ പോലെ വലിയ ഗിഫ്റ്റ് വാങ്ങിയേനെ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സത്യഭാമി ശാരദയും ധനലക്ഷ്മിയെ കളിയാക്കുകയാണ്. അമ്പടി മാനവേ, നിന്റെ ആഗ്രഹം ചില്ലറയൊന്നല്ലല്ലോ, നീ കൃഷിന്റെ സൗഭാഗ്യത്തെ കുറിച്ചൊക്കെയാണോ സംസാരിക്കുന്നത്, അത് വിട്ടുപിടി, അത് വേറെ ലീഗാണെന്നൊക്കെ പറഞ്ഞ് ധനലക്ഷ്മി വീണ്ടും കളിയാക്കുകയാണ്. എന്നാൽ അത് കണ്ട് ധനലക്ഷ്മി വീണ്ടും നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് ധനലക്ഷ്മി ആ ഞെട്ടിപ്പിക്കുന്ന സത്യം പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ്. കൃഷ്ണന് കിട്ടിയ പോലെ എന്നെയും വല്ല കോടീശ്വരന്മാരും എടുത്തു വളർത്തിയിരുന്നെങ്കിൽ ഞാനും ഇതിലും നല്ല ഗിഫ്റ്റ് വാങ്ങിയേനെ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി കൃഷൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ധനലക്ഷ്മി പറഞ്ഞ് കേട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അമ്മായിമാർ. തുടർന്ന് അമ്മായിമാർ പിന്നെ ധനലക്ഷ്മിയോട് നീ എന്താ ധനലക്ഷ്മി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി ക്ലിയർ ആയിട്ട് അമ്മായിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൃഷ്ണനെ സാഗറും സുജാതിയും എടുത്തു വളർത്തിയതാണ്, അല്ലാതെ കൃഷ് അവരുടെ മകനല്ല, കൃഷി ഒരു അനാഥനാണെന്ന് തുറന്നടിച്ചു പറയുകയാണ് ധനലക്ഷ്മി. എന്നാൽ അത് കേട്ട് തല കുമ്പിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കൃഷ്. എന്നാൽ ധനലക്ഷ്മി പറഞ്ഞു കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് കൺമണി. ഇതെങ്ങനെ ധനലക്ഷ്മി അറിഞ്ഞൊന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് കൺമണിയും ശ്രീനിയും. തുടർന്ന് അമ്മായിമാര് പിന്നെ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്ത് വൃത്തികേടാടി പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് അമ്മായിമാര് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷാണ് പിന്നെ അമ്മായിമാരോട് പറയുന്നത്, അമ്മായിമാരെ നിങ്ങൾ ഇതിന്റെ പേരിൽ വഴക്ക് വേണ്ട, ധനലക്ഷ്മി പറഞ്ഞ സത്യം തന്നെയാണ്, ഞാൻ ഒരു അനാഥനാണ്, പക്ഷെ അത് പറയേണ്ടത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നില്ല എന്ന് പറയുകയാണ്. ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഗോകുലിന്റെ ബർത്ത്ഡേ ആണ്, ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ ഇടയ്ക്കല്ല ഇതൊക്കെ പറയേണ്ടത്. ഇതും പറഞ്ഞുകൊണ്ട് തന്റെ സങ്കടം മനസ്സിലൊതുക്കിക്കൊണ്ട് കൃഷ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷ്ണനെ വിളിക്കുന്നുണ്ടെങ്കിലും കൃഷ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് കൃഷിന്റെ പിന്നാലെ തന്നെ കൺമണിയും പുറകെ ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി ഇനി ഒരു കുന്തവും വേണ്ട, ബർത്ത്ഡേ സെലിബ്രേഷനും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ അട്ടഹസിച്ചുകൊണ്ട് അവിടെയുള്ളവരെയെല്ലാം പറപ്പിക്കുകയാണ് ധനലക്ഷ്മി. തുടർന്ന് കൺമണി കൃഷ്ണന്റെ പുറത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൺമണി കൃഷ്ണനെ വിളിക്കുകയാണ്. സാറേ പോകല്ലേ സാറേ, സാറൊന്ന് ക്ഷമിക്ക് സാറേ, എനിക്കറിയില്ല എങ്ങനെയാണ് ധനലക്ഷ്മി സത്യങ്ങളൊക്കെ അറിഞ്ഞത്, എനിക്കറിയില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കൃഷ്ണ പിന്നെ കൺമണി ആശ്വസിപ്പിക്കുകയാണ്. കൺമണി വിഷമിക്കേണ്ട, എന്തായാലും ധനലക്ഷ്മി പറഞ്ഞ സത്യം തന്നെയല്ലേ, ഇപ്പോൾ എല്ലാവരും ആ സത്യം അറിഞ്ഞിരിക്കുകയാണ്, എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല എന്ന് പറയുകയാണ്. ഈ വീട്ടിൽ നിന്ന് അവരായിട്ട് തന്നെ ഇറക്കി വിടുന്നതിനായിട്ടും നല്ലത് ഞാനായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതല്ലേ. ഇതും പറഞ്ഞുകൊണ്ട് കൃഷി വീണ്ടും പോകാൻ നേരം കൺമണി വീണ്ടും തടയുകയാണ്. എനിക്കത് അവര് അറിഞ്ഞതിലല്ല വിഷമം, അവര് പറഞ്ഞ പല കാര്യങ്ങളും എന്നെ വേദനിപ്പിച്ചു. കോടീശ്വരനായ സാഗറിന്റെ കീഴിൽ ഞാൻ സുഖിച്ചു എന്ന് അവര് പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചു. ഇതും പറഞ്ഞുകൊണ്ട് കൃഷ് അവിടെ നിന്ന് പോകാൻ നേരം കൺമണി വീണ്ടും കൃഷ്ണനെ തടയുകയാണ്. അയ്യോ സാറെ പോകല്ലേ എന്നൊക്കെ പറയുമ്പോഴും കൃഷ് കൺമണിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ആ കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന മാനസയാണ്. മാനസ വരുണ വിളിക്കുകയാണ്. തുറന്ന് വരുണോട്
കൃഷിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് ധനലക്ഷ്മി. ആ സത്യം എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് നീയാണ്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണം. കൃഷിനെ മാനസികമായിട്ട് തകർത്ത് തരിപ്പണമാക്കണം. തുറന്നു കാണിക്കുന്ന കൃഷാണ്. കൃഷി വണ്ടി റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തുകൊണ്ട് ആ സ്റ്റിയറിംഗിൽ തലവെച്ച് കിടന്നുറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുൺ അങ്ങോട്ടേക്ക് വരികയാണ്. പുതിയ ഉടായ്പുമായിട്ടാണ് വരുൺ വരുന്നത്. തുറന്ന് വരുൺ പിന്നെ ബാക്കിയുള്ള രണ്ടുപേരോടും കൂടി തന്റെ മനസ്സിലെ പ്ലാൻ പറയുകയാണ്. തുറന്ന് ആ വഴിയെ പോയ ഒരാളെ അവർ തടഞ്ഞു നിർത്തി. അവർ വെറുതെ ദേഷ്യപ്പെടുകയാണ്. കൃഷിനെ ഒന്ന് ട്രിഗർ ചെയ്യണം, കൃഷിനെ പരസ്യമായിട്ട് കളിയാക്കണം. അതിനുവേണ്ടി അയാളെ തടഞ്ഞു നിർത്തിയിട്ട് അയാളോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാടാ ഈ കാറിനകത്ത് കിടക്കുന്ന കൃഷിന്റെ തന്തയ്ക്ക് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അയാളോട് ദേഷ്യപ്പെടുന്നത്. എന്നാൽ അത് കേട്ട അയാള്, നിങ്ങൾ ഇത് എന്ത് തേങ്ങയാണ് പറയുന്നത്? ഞാൻ ആരെ തന്തയ്ക്ക് വിളിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നാൽ അത് കേട്ട് ആ 3 പേരും പിന്നെ അയാളോട് മനഃപൂർവ്വം വഴക്കടിക്കുകയാണ്. ഞങ്ങൾ കേട്ടോ, നീ കൃഷിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു ഞങ്ങൾ കേട്ടു എന്നൊക്കെ പറഞ്ഞ് അയാളുമായിട്ട് വഴക്കടിക്കുകയാണ്. എന്നാൽ പുറത്ത് നടക്കുന്ന വഴക്കും ഒച്ചയും കേട്ട് ഉറങ്ങിക്കിടന്ന കൃഷി കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. തുറന്ന അവർ 2 പേരും പിന്നെ കൃഷി ചൂണ്ടിക്കൊണ്ട്, നീ എന്തിനാടാ ഈ നിൽക്കുന്ന കൃഷി സാറിന്റെ തന്തയ്ക്ക് വിളിച്ചത്? എന്നാൽ ഇതൊക്കെ കേട്ട് കൃഷിനൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. കൃഷിന്റെ തന്തയ്ക്ക് വിളിച്ച കാര്യം പറഞ്ഞാണ് ഇവരെ വഴക്ക് കൂടുന്നത്. തുറന്ന് വരുൺ പിന്നെ അയാളുടെ കാര്യം ശരി തന്നെയാണ്. കൃഷ്ണ തന്തി താളിയൊന്നും ഇല്ലാത്ത ഒരാൾ തന്നെയാണ്. കൃഷി ഒരു അനാഥനാണ് എന്ന് കരുതി നീ ഞങ്ങളുടെ കൃഷ് സാറിന്റെ തന്തയ്ക്ക് വിളിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിപോക്കന്റെ മുഖത്ത് അടിക്കുകയാണ്. തുറന്ന് കൃഷി അയാളോട്, ചേട്ടൻ പോകാൻ നോക്കിയ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. തുറന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ വരുണിന്റെ കൂടെയുള്ളവരുടെ, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കടിയാണെന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ എന്റെ പേരും പറഞ്ഞ് വഴക്കടിക്കുന്നത്? എന്നാൽ അത് കേട്ട് വരുണാണ് പിന്നെ കൃഷ്ണനോട് പറയുന്നത്, കൃഷി കാര്യം നമ്മൾ 2 പേര് ശത്രുക്കൾ തന്നെയാണ് എന്ന് കരുതി നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് കേട്ട് നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല. നീ ഒരു അനാഥനൊക്കെ തന്നെയാണ് എന്ന് കരുതി നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുകയാണ്. തുറന്ന് വരുൺ മാനസ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണ്. അവിടെ ചുറ്റുപാടും ഒരു പട്ടിക്കുഞ്ഞു പോലുമില്ല. എന്നാലും വലിയൊരു ആൾക്കൂട്ടം തനിക്ക് മുമ്പിലുണ്ട് എന്ന രീതിയിൽ വരുൺ പിന്നെ കൃഷിയോട്, ദേ നോക്കിയ നാട്ടുകാരെ, ദേ ഈ നിൽക്കുന്ന കൃഷി ഒരു അനാഥനാണ് എന്ന് കരുതി ഈ കൃഷിന്റെ തന്തയ്ക്ക് ആരെങ്കിലും വിളിച്ചാലുണ്ടല്ലോ അവരെ ഞങ്ങൾ ശരിയാക്കി തരുമെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഡയലോഗ് അടിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ കാര്യം മനസ്സിലാവുകയാണ്. തുറന്ന് കൃഷ്ണൻ നല്ല ദേഷ്യം വന്ന് വരുണിന്റെ മുഖത്തിട്ട അടിയോടടിയാണ്. അങ്ങനെ വരുൺ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരികയാണ്. രക്ഷയുടെ റോളിലാണ് മാനസ അങ്ങോട്ട് വരുന്നത്. തുറന്ന് മാനസ അവരെ പിടിച്ചു മാറ്റുകയാണ്. തുറന്ന് മാനസ പിന്നെ വരുണിനോട് ഒന്നും അറിയാത്ത പോലെ എന്താണ് വരുണിന്റെ സംഭവം എന്ന് ചോദിക്കുകയാണ്. തുറന്ന് വരുൺ പിന്നെ മാനസിയോട്, ദേ നോക്ക് മാനസ, ഈ കൃഷി ഒരു അനാഥനാണ് എന്ന് കരുതി ഈ കൃഷിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് ശരിയാണോ? എന്നാൽ അത് കേട്ട് മാനസ, അയ്യോ ഇതായിരുന്നോ കാര്യം, അതൊക്കെ വിട്ടുകളയാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണനും ഏതാണ്ട് കാര്യം മനസ്സിലാവുകയാണ്. തുറന്ന് മാനസ പിന്നെ കൃഷ്ണനെ ആശ്വസിപ്പിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷ്ണന് നല്ല ദേഷ്യം വന്നിട്ട് കൃഷ്ണ മാനസയുടെ കൈ തട്ടി മാറ്റുകയാണ്. ഇതൊക്കെ പറയാനും ചോദിക്കാനും നീ ആരാടി എന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കൃഷ അവിടുന്ന് കാറെടുത്ത് പോവുകയാണ്. തുറന്ന് കൃഷ അവിടുന്ന് പോയ ശേഷം മാനസിയും വരുണും അവരുടെ ആഘോഷം തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ പോലെ വരുൺ പൊളിച്ചടക്കിയിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കൃഷ്ണ മാനസികമായിട്ട് ഇല്ലാതാക്കാം എന്നൊക്കെ പറഞ്ഞ് 2 പേരും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ കൃഷ കൺമണിയുടെ വീട്ടിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ സാഗറിന്റെ വീട്ടിൽ നിന്നും കൃഷ നാണം കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കൃഷ്ണ പോകാൻ ഈ ലോകത്ത് ഒരു സ്ഥലവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ 2 പേരും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അകത്ത മുറിയിലിരുന്ന് ശ്രീനിയും ധനലക്ഷ്മിയും സംസാരിക്കുന്ന കൃഷ്ണനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞില്ല എന്താണ് അച്ഛാ തെറ്റ്, ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ല എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് മനസ്സുരുകി നിൽക്കുകയാണ് കൺമണി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.